രഹസ്യങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും ലോകം. ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഓരോ കഥയും നിങ്ങളുടെ പിഞ്ചു മനസ്സിനെ പിടപ്പിക്കും. വെൽക്കം ടു റെഡ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ഭീകരമായ കാര്യം എന്താണെന്നറിയാമോ? അവനെ കൊന്ന് അവന്റെ ശരീരം സൂക്ഷിച്ച് അത് ഭക്ഷിച്ചാൽ. ഇതാണ് അമേരിക്കയെ നടുക്കിയ ഒരു പേരിന്റെ കഥ. ജെഫ്രി ഡാമർ. മെയ് 21 അമേരിക്കയിലെ വിസ്കോൺസിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജെഫ്രി ലയണൽ ഡാമർ ജനിച്ചത്. പക്ഷേ ബാല്യകാലം മുതൽ തന്നെ അവൻ സാധാരണ ഒരു കുട്ടിയായിരുന്നില്ല. മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ ഡാമർ ഒറ്റയ്ക്കിരിക്കും. മരിച്ച മൃഗങ്ങളുടെ ശരീരങ്ങൾ കണ്ടാൽ അവന് ഭയം തോന്നാറില്ല. പകരം അവ തുറന്നു നോക്കാൻ അവനൊരു വിചിത്ര താല്പര്യമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ ശേഷം ഡാമർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കൗമാരത്തിലെത്തുമ്പോൾ ഡാമർ അത്യധികം മദ്യപിക്കാൻ തുടങ്ങി. സ്കൂളുകളിൽ അവന് കൂട്ടുകാരില്ല, സന്തോഷമില്ല, അകത്തൊരു ഇരുട്ടുമാകും. അവന്റെ മനസ്സിനെ ഒരു ചിന്ത പതുക്കെ വളർന്നു: എന്നെ വിട്ട് ആരും പോകാൻ പാടില്ല. ഡാമറിന് 18 വയസ്സ് ഉള്ളപ്പോൾ ഒരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു. മദ്യം നൽകി തർക്കമുണ്ടായി. അവസാനം ഡാമർ അവനെ കൊന്നു. അത് ഒരു അപകടമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. 1978 മുതൽ 1991 വരെ ഡാമർ 17 യുവാക്കളെ കൊലപ്പെടുത്തി. അവന്റെ രീതി എല്ലായ്പ്പോഴും ഒരേപോലെ: വീട്ടിലേക്ക് വിളിക്കും, മദ്യം നൽകി ബോധരഹിതനാക്കും, ക്രൂരമായി കൊലപ്പെടുത്തും. പക്ഷേ ഇതിൽ ഏറ്റവും ഭീകരമായത് കൊലപാതകത്തിന് ശേഷമുള്ളതാണ്. അവൻ ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു, തലയോട്ടികൾ ശേഖരിച്ചു, മനുഷ്യഭക്ഷണം വരെ പാകം ചെയ്ത് ഭക്ഷിച്ചു. ഡാമർ ഇരകളെ ജീവനോടെ സൂക്ഷിക്കണം എന്ന ചിന്തയിലായിരുന്നു. അതിനുവേണ്ടി അവരുടെ തലച്ചോറിൽ രാസവസ്തുക്കൾ ഇഞ്ചക്ട് ചെയ്തു. ഇത് ഒരു കൊലയാളിയുടെ മാത്രം ചിന്തയല്ല, ഒരു രോഗബാധിത മനസ്സിന്റെ അപകടകരമായ അവസ്ഥയാണ്. ഒരിക്കൽ ഒരു 14 വയസ്സുകാരൻ രക്തമാർന്ന നിലയിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഡാമർ പറഞ്ഞ ഒരു കള്ളക്കഥ വിശ്വസിച്ച് പോലീസ് അവനെ തിരിച്ച് ഡാമറിനെ ഏൽപ്പിച്ചു. അത് ആ കുട്ടിയുടെ അവസാന നിമിഷങ്ങളായിരുന്നു. ഇത് അമേരിക്കൻ പോലീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി. പിന്നീടൊരിക്കൽ ഒരു യുവാവ് ഡാമറിന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവൻ നഗ്നനായിരുന്നു, ഭീതിയിൽ വിറച്ച അവസ്ഥ. അവൻ പോലീസിനെ കണ്ടു. അവർ ഡാമറിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെ ഭീകരത. പോലീസ് വീട്ടിൽ കയറുമ്പോൾ അവർ കണ്ടത് അമേരിക്കയിൽ നടുക്കിയ ദൃശ്യം. മനുഷ്യാസ്ഥികൾ, തലയോട്ടികൾ, മൃതദേഹങ്ങളുടെ ഫോട്ടോകൾ, ദുർഗന്ധം നിറഞ്ഞ മുറി. അന്നാണ് ലോകം മനസ്സിലാക്കിയത്: ജെഫ്രി ഡാമർ ഒരു മനുഷ്യനല്ല, ഒരു ഭീകര സ്വപ്നമാണ്. ഒരു ഭീകര സ്വപ്നമാണ്. 1992 കോടതി ഡാമറിന് ജീവപര്യന്തം തടവ് വിധിച്ചു. കോടതിയിൽ പോലും അവൻ വികാരമില്ലാത്ത മുഖമായിരുന്നു. 1994 ജയിലിൽ വെച്ച് ഒരു സഹതടവുകാരൻ അവനെ കൊലപ്പെടുത്തി. ഇതായിരുന്നു ഡാമറിന്റെ അവസാനം. ജെഫ്രി ഡാമർ ഒരു പേരല്ല, ഒരു മുന്നറിയിപ്പാണ്. മാനസിക രോഗങ്ങളെ അവഗണിച്ചാൽ അത് സമൂഹത്തെ തന്നെ നശിപ്പിക്കും. ദുഷ്ടത എപ്പോഴും ഭീകരമുഖത്തോടെ വരണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള ഒരാളായി പോലും ജീവിക്കാം. ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം കഥകൾക്കായി റെഡ് ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്.